നമസ്കാരം. 25 ഏപ്രിൽ 2026 ഇന്ന് പറയാൻ വരുന്നത്, ഉച്ചയ്ക്ക് വന്നൊരു വാർത്ത കേട്ടിട്ട് വളരെ സങ്കടത്തിലായി. എൻ്റെ ഫോണിലിപ്പോൾ ഒന്നും വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സാധനങ്ങളൊക്കെ കട്ടാണ്, അതുകൊണ്ടാണ് വരാത്തത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലോക്കാവാനും അതിൽ മോശം കമൻ്റ് ഇട്ട ആളുകൾ ഇന്നലെയും നാദാപുരത്തും തിരുവനന്തപുരത്തും പാമ്പ് കടിച്ചിട്ടും പട്ടികടി അടിച്ചിട്ടും മരിച്ചവരുടെ കേസ് ഈ കമൻ്റ് ഇട്ടവരെ തരണം, അവരുടെ പേരിൽ ചാർജ് ചെയ്യണം, അവരെ ഈ കൂട്ടുകുടുംബത്തിനെയും മുഴുവൻ പിടിക്കണം, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. അവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല. അവരുടെ പേരിൽ കൊലക്കുറ്റം ചാർജ് ചെയ്താൽ പോരാ, പക്ഷേ ഇതൊരു നീനമായൊരു പരിപാടിയാണ്. അതുപോലെ ആ ഹോസ്പിറ്റലിൽ ഏതാണെങ്കിലും അത് പൊളിക്കണം. അതുപോലെ തന്നെ ഏത് ഡോക്ടറാണ് ഈ സാധനത്തിന് ഉത്തരവിട്ടെങ്കിൽ അതിന് കാരണം വളരെ സിമ്പിളായിട്ട് അവർ പറഞ്ഞില്ലെങ്കിൽ നട്ടെല്ലടിച്ച് പൊട്ടിക്കണം. അത് ചെയ്യണം, കൂടാണ്ട് കഴിയില്ല. അതായത് വർഷാപ്പേർ എവിടെ ഉണ്ടോ, ലീഗുകാർ എവിടെ ഉണ്ടോ, CPM എവിടെ ഉണ്ടോ, അവർക്ക് കടുത്ത ആക്രമണം കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിച്ചാൽ സാധാരണ രീതിയിൽ പോരാ. പിഞ്ചു കുട്ടികളടക്കം നിരവധി പേരാണ് പാമ്പ് കടിച്ചിട്ട് ഈ ചൂടിനങ്ങനെ സംഭവിക്കാം. അത് മരണത്തിലേക്ക് ഏർപ്പെട്ടത് ഇവരെ തെറ്റായ നയമാണ്, ഈ നുണ പറയലാണ്. അപ്പം എന്നോട് ഒഴിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ ഈ കുട്ടികളുടെ കാര്യത്തിന് എന്ത് പറയും? ഒഴിഞ്ഞിരിക്കാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കാൻ ഞാൻ ഒരു സാധാരണ രീതിയിലല്ല. അതായത് പൊതുജനത്തിന് ആവശ്യത്തിന് മരുന്ന്, ജോലി, ഭക്ഷണം ഇതുവരെ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് എന്നോട് ഒഴിഞ്ഞിരിക്കാൻ പറയല്ല ചെയ്യേണ്ടത്, കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്യേണ്ടത്. വിവരമുള്ളവർ അതാ ചെയ്യുക. അപ്പോൾ അവിടുത്തെ മുഴുവൻ വർക്ക്ഷോപ്പുകാർക്ക് നേരെയും നിങ്ങൾ ആട്ടിയടിക്കണം, മുഴുവൻ ലീഗിൻ്റെ ഓഫീസും തല്ലിപ്പൊളിക്കണം, മുഴുവൻ നേതാക്കന്മാരെ നട്ടല് അടിച്ചു പൊട്ടിക്കണം, അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അടിച്ചു പൊട്ടിക്കണം, അതുപോലെ തന്നെ CPMൻ്റെ നേതാക്കളെ അടിച്ചു പൊട്ടിക്കണം. പോലീസുകാർ നിങ്ങളുടെ നേരെ പരിപാടിക്ക് വരില്ല. അതിന് കാരണമുണ്ട്. ഈ പിഞ്ചു കുട്ടികളെ ഇത്തരത്തിൽ പണി ചെയ്തതിന് പോലീസുകാർ പിന്നെ ആ കുട്ടികളുടെ ഭാഗത്താണ്. അതുകൊണ്ട് കടുത്ത നടപടി പോലീസുകാർ വരില്ല. നിങ്ങൾ ഏത് പരാതി കൊടുത്തിട്ടും കാര്യമില്ല, എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വഴി. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഒരെണ്ണത്തിനെ വിട്ടിട്ടത് എൻ്റെ ഫോണിൽ അശ്ലീലങ്ങൾ കമൻ്റ് ഇട്ടിട്ട് മോശമാക്കിയാലാണ് ഇതിൻ്റെ പിന്നിൽ. അവർ തട്ടിപ്പ് നടക്കാനാണ്. ഈ ശവം അവരെ കൊണ്ട് തീറ്റിക്കണം, അടിച്ച് തീറ്റിക്കണം, അവരെ കൊണ്ട് അടിച്ച് തീറ്റിക്കണം. കാരണം ഇതൊക്കെ മഹാപാവമാണ്. കാരണം ആ കുട്ടികൾ പാമ്പ് കടിച്ച് ഒരാളും മരിക്കില്ല, പാമ്പ് കടിച്ചിട്ട് ഒരാളും മരിക്കില്ല. അത്തരത്തിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ അത് ആര് തന്നെ ആയാലും ശരി. അതുമാതിരി പട്ടി കടിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ച് കെട്ടിയിട്ട് പിന്നെ വേദന വന്നിട്ട് കരയുന്ന സമയത്ത് അന്ന് കരയാൻ പോലും സമ്മതമില്ലാണ്ട് വാതിലടച്ച് പൂട്ടിയിട്ട് കൊല്ലുന്ന സമീപനം, അത് ആശുപത്രി ഏത് തന്നെ ആവട്ടെ, ആര് തന്നെ ആവട്ടെ ഉത്തരവാദിത്തം. ഏത് മെഡിക്കൽ ഡയറക്ടർ ആയാലും അയാളെ നിയമം കണ്ടിരിക്കണം. അടിച്ച് പൊളിക്കണത് ഒരു അപ്പീലും കാര്യത്തിനില്ല, സമ്മതിക്കില്ല ഞാൻ. കാരണം പുതിയ കറണ്ടിൻ്റെ വിദ്യയും ഈ മരുന്നിൻ്റെ വിദ്യയും കണ്ടെത്തിയാണ് ഇത് ഒരുപാട് ആളുകൾക്ക് ജീവിക്കാനുള്ള. അതിൻ്റെ മുകളിൽ കുറേ സാമൂഹ്യ ദ്രോഹികൾ വന്നാൽ ശരിയാവില്ല. ആ കമൻ്റ് ഇട്ടവർ കംപ്ലീറ്റ് നിങ്ങൾക്കറിയാം അവർ ഏതാ പാർട്ടിക്കാരും. അപ്പോൾ അവർക്ക് പണിയാണ് കൊടുക്കണം, അവർക്ക് പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇതിന് നിങ്ങളെ ഏൽപ്പിക്കാം ഓരോരുത്തരെയും. കാരണം മുഴുവൻ വർഷാപ്പേർ എൻ്റെ പേരിൽ നുണ അറിഞ്ഞിട്ട് ഞാൻ സൈബർ സെല്ലിൽ 4-5 കേസ് കൊടുത്തിട്ടുണ്ട്, ഡൽഹിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിലനിൽക്കാൻ ഇവർ ഇത്തരം തകരാറുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായിട്ട് നടപടി വേണം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, ഇത്തരത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത്തരം നാരികളെ ഇനി ഈ ലോകത്തിന് വേണ്ട. കാരണം നമ്മളെ ഒരുപാട് പിഞ്ചു കുട്ടികൾ മരിക്കാനിടയായ സംഭവം അത് നിസ്സാരവൽക്കരിക്കരുത്. അതുപോലെ ഉരുൾപൊട്ടാനുണ്ടായ സംഭവം, അതുപോലെ തന്നെ പിന്നെ വയനാട് ദുരന്തത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ഉത്തരവാദിത്തം അവിടുത്തെ മുസ്ലിം ലീഗുകാർക്കാണ് ആ സംഭവം. അതെങ്ങനെയാണെന്നല്ലേ അതിനെ കുറിച്ചൊക്കെ അതിന് മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പുറത്തേക്ക് വരട്ടെ. അതായത് 10 കോടി ഫോളോവേഴ്സുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം കട്ടാക്കിയിട്ടുണ്ട്. അതിലാ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പുറത്തേക്ക് വരട്ടെ.